ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഗോവയിൽ ഈ വെക്കേഷൻ ടൈമിൽ ഞങ്ങൾ സ്റ്റേ ചെയ്ത റിസോർട്ടിൻ്റെ റൂം ടൂറുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇപ്പോൾ റൂം ടൂറൊക്കെ അല്ലേ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. നേരത്തെ കാണിച്ചത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും റൂമാണ്. ഇത് എൻ്റെയും അനിയത്തിയുടെയും റൂമാണ്. റൂമാണെങ്കിൽ അത്യാവശ്യം മെസ്സി ആയിട്ട് കിടക്കുകയാണ്. ഞങ്ങൾ എവിടെയോ പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞ് എന്നാൽ നമുക്കൊരു വീഡിയോ എടുത്താലോ എന്ന്. ഞാൻ ആദ്യം ഇങ്ങനെ മടിച്ചിരിക്കുകയായിരുന്നു. വീഡിയോ എടുക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ വിചാരിച്ച് എന്നാൽ എടുത്തേക്കാന്ന് വിചാരിച്ച് എടുത്ത വീഡിയോ ആണ്. റൂമിലൊരു വലിയ അലമാര ഉണ്ടായിരുന്നു. അലമാരയിലൊരു സേഫ് ലോക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കും ഈ കൊച്ചെന്തിനാ ഈ വീഡിയോ ഞങ്ങളെയൊക്കെ കാണിക്കുന്നത്, ഞങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്ത് കിട്ടാനാണ്, കണ്ടന്റ് ക്ഷാമം എന്നൊക്കെ നിങ്ങൾ പറയും. ശരിയാണ് ഗൈസ്, കണ്ടന്റ് ക്ഷാമമാണ്. എന്ത് ചെയ്യാനാ, ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇത് ഞങ്ങളുടെ ബെഡാണേ. ബെഡിൽ ഓരോ ദിവസം അവർ ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കും. ഇന്ന് മഷ്റൂമാണ്. ഇന്നലെ എനിക്ക് തോന്നുന്നു പീക്കോക്ക് എങ്ങാണ്ടാന്ന് തോന്നുന്നു, പീക്കോക്കായിരുന്നെന്ന് തോന്നുന്നു. ഓരോ ദിവസവും നമ്മൾ പുറത്ത് പോകുന്ന സമയം നോക്കിയിട്ടാന്ന് തോന്നുന്നു ഇവർ ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും. നല്ല രസമാണത് കാണാൻ കേട്ടോ. പിന്നെ റൂമിലൊരു TV ഉണ്ട്. പിന്നെ ഒരു മിറർ ഉണ്ട് റൂമിൽ. ഒരു നല്ല മിറർ ഉണ്ടായിരുന്നു. റൂം അത്യാവശ്യം നല്ല റൂമായിരുന്നു കേട്ടോ, സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിരുന്നു. പിന്നെ വാഷ്റൂം എല്ലാ ഹോട്ടൽസിൻ്റെയും പിന്നെ റിസോർട്ടിൻ്റെയൊക്കെ കൂട്ട് ഉള്ളൊരു വാഷ്റൂമാണ്. ഈ വീഡിയോയിൽ ഒരുപാട് തെറ്റും കുറ്റങ്ങളും ഒക്കെ കാണും, കാരണം എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. എനിക്ക് എങ്ങനെ എടുക്കണം എന്നൊന്നും അറിയത്തില്ല. ഒരു പ്രൊഫഷണൽ യൂട്യൂബറിൻ്റെ കൂട്ടുള്ള വീഡിയോ ഒന്നും ആയിരിക്കത്തില്ല. നിങ്ങൾ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത പ്രാവശ്യം ഞാൻ ഇതിലും ബെറ്റർ ആക്കാൻ നോക്കാം. എനിക്കറിയില്ല എങ്ങനെ എടുക്കണം, എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് സോറി ഗൈസ്, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്ത പ്രാവശ്യം ബെറ്റർ ആക്കാം നമുക്ക്. പിന്നെ ഇതൊരു ഹെയർ ഡ്രയറാണ്. ആദ്യം ഞാനാണെങ്കിൽ നിങ്ങൾ ഓൺ ചെയ്ത് കാണിക്കുകയാണ് ഈ ഡ്രയർ. അപ്പോൾ ഓൺ ചെയ്യുന്നില്ല. ഞാനത് ഈ പ്ലഗ് കുത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്, പ്ലഗ് കുത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല കേട്ടോ. അത് നല്ല യൂസ്ഫുള്ളായിരുന്നു. പിന്നെ ഒരു കിച്ചൺ ഏരിയ ഉണ്ട്. കിച്ചൺ ഏരിയയിൽ ഒരു ടേബിളും ചെയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടീയും കോഫിയൊക്കെ ഇട്ട് നമുക്കവിടെ കുടിച്ച് റിലാക്സ് ചെയ്യാം. പിന്നെ ഒരു ഇലക്ട്രിക് കെറ്റിലുണ്ട്. പിന്നെ കപ്പും ഗ്ലാസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ആ പെട്ടിക്കകത്ത് ടീ ബാഗും മിൽക്ക് പൗഡറും കോഫി പൗഡറും ഷുഗറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഫ്രിഡ്ജിനകത്ത് ബീവറേജസും ഫ്രൂട്ട് ജ്യൂസസും ഒക്കെയാണ്. പിന്നെ മുകളിൽ സ്നാക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതിന് സെപ്പറേറ്റ് ബില്ലാണെന്ന് തോന്നുന്നു. സെപ്പറേറ്റ് ബില്ലാണ്. പിന്നെ അതൊക്കെ വേണ്ടവർക്ക് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ. അങ്ങനെ ഒരു കിച്ചൺ ഏരിയ ഉണ്ട്. പിന്നെ നമുക്കിനി ബാൽക്കണി വ്യൂ കാണാവേ. ബാൽക്കണി വ്യൂ അത്യാവശ്യം നല്ല വ്യൂ ആണ്. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഈ കർട്ടൻസ്, ഈ ബാൽക്കണിയിലോട്ടുള്ള ഓപ്പൺ ചെയ്യാനുള്ള കർട്ടൻസ് ആണ് ബാൽക്കണി. അത് എനിക്കാണെങ്കിൽ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാനും പറ്റുന്നേ ഇല്ല. ഫോൺ താഴെ വീഴുമോ എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഞാനിത് ഓപ്പൺ ചെയ്തു. ഈ ഫോൺ ഇങ്ങനെ പിടിച്ച് ശീലമില്ലാത്തതുകൊണ്ടാണ് ഗൈസ്. പിന്നെ ഒരു ബാൽക്കണി ഏരിയയിൽ 2 ചെയർസും ആഷ്ട്രേ ഒക്കെ വെച്ചിട്ടുണ്ട്. സ്മോക്ക് ചെയ്യേണ്ടവർക്ക് സ്മോക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ടീയും കോഫിയൊക്കെ കുടിച്ച് ഇവിടെ നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റുള്ളവരിലോട്ട് എത്തിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.